PTA President, വാർഡ് മെമ്പറുമായ മിസ്റ്റർ ബുധു, സ്കൂൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് മിസ്റ്റർ ജെയിംസ് പറയക്കാട്ടിൽ, PTA വൈസ് പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട എല്ലാ PTA മതേഷ് ഫോറം പ്രൊട്ടക്ഷൻ കമ്മിറ്റി മെമ്പേഴ്സ്. ഞാൻ എല്ലാവരുടെയും മീറ്റിംഗ് വിളിക്കാത്തത് ഒത്തിരി പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അത് നമുക്ക് നിയന്ത്രണം വിട്ടുപോകും എന്നുള്ളത് അതുകൊണ്ടാണ് 6ാം ക്ലാസ്സിന് മേലായിട്ടുള്ള PTA മെമ്പേഴ്സിനോട് മാത്രമേ മെസ്സേജ് വിട്ടിട്ടുള്ളൂ. അതിന്റെ താഴെയുള്ളവർ വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാവരും കൂടെ വന്നാൽ പിന്നെ അത് ഒത്തിരി നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്ത്. പിന്നെ നമുക്ക് അതിന്റെ സ്ഥലവും കുറവാണ്. ഇന്ന് സ്കൂൾ വർക്ക് ചെയ്യുന്ന സമയമാണ്. ഇപ്പൊ ഞാൻ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഇപ്പോ ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു സാഹചര്യം ആദ്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. ഈ കഴിഞ്ഞ ദിവസത്തിൽ എന്നെയും എൻ്റെ ഭാര്യയും കാണിച്ചുകൊണ്ട് ലോകമെമ്പാട്, ഇവിടെ ഒന്നുമല്ല, ലോകമെമ്പാട് ചിത്രങ്ങൾ വാട്സപ്പ് വഴി, മൊബൈൽ, വിവിധ ദൃശ്യമാധ്യമങ്ങളിൽ വഴി പരക്കുകയുണ്ടായി. അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ എന്നെ ഒത്തിരി എൻ്റെ പഴയ വിദ്യാർത്ഥികൾ വിളിച്ചു. അവരൊക്കെ എനിക്ക് പൂർണ്ണമായും പിന്തുണ നൽകിക്കൊണ്ടാണ് വിളിച്ചത്. എന്തൊക്കെ വന്നാലും സാർ ധൈര്യമായി നിന്നുകൊണ്ട് ഞങ്ങൾ പിന്നിലുണ്ട് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. അപ്പൊ എന്തുമാകട്ടെ, അതിലേക്ക് പോകും മുമ്പ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ ആ കാര്യമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ഇവിടെ കഴിഞ്ഞ വർഷം ഞങ്ങള് 5 തൊട്ട് ഒരു എസ്റ്റാർട്ട് എന്ന് പറയുന്ന പബ്ലിക്കേഷൻസ്, നിങ്ങൾക്കറിയാം, പുസ്തകമൊക്കെ ഉപയോഗിക്കുമ്പോൾ കോളേജ് ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഒത്തിരിയേറെ പുസ്തകങ്ങൾ ഇറക്കുന്നവരാണ് എസ്റ്റാർട്ട്. ഈ എസ്റ്റാർട്ട് എന്ന കമ്പനി കുറെ പുസ്തകങ്ങള്, അതായത് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ബ്രെൻ ആൻഡ് മാർട്ടിൻ എന്ന് പറയുന്നത്, ശരിക്കും എസ്റ്റാർട്ടിന്റെ എല്ലാ പബ്ലിക്കേഷൻ, ബ്രെൻ ആൻഡ് മാർട്ടിൻ എന്ന് പറയുന്ന ഗ്രാമർ പുസ്തകം അവരുടെ ഡിസ്ട്രിബ്യൂഷനെ ഏറ്റെടുത്തു. അപ്പൊ കഴിഞ്ഞ ഒരു ഓഫർ ഉണ്ടായിരുന്നു. ആ പുസ്തകം എടുക്കുന്നവർക്ക് 800 രൂപയുടെ പുസ്തകം എടുത്താൽ അതിന്റെ ആൻസർ കീ 800 രൂപയുടെ ഫ്രീ ആണ്. അതിന് 2 പുസ്തകം 1400 രൂപയുടെ പുസ്തകം 800 രൂപയ്ക്ക് കിട്ടും. അപ്പൊ ആ ഓഫർ നല്ലതെന്ന് കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ അത് ബുക്ക് ചെയ്യുകയും ഇവിടെയുള്ള 5 മുതൽ 10 വരെയുള്ള കുട്ടികളോട് അത് വാങ്ങിക്കാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആ പുസ്തകം വാങ്ങിയാൽ 5ലും 6ലും തൊട്ട് 12ാം ക്ലാസ് വരെ അത് ഉപയോഗിക്കാം. അപ്പൊ എല്ലാ കൊല്ലം ഇംഗ്ലീഷ് ഗ്രാമറിന്റെ പുസ്തകം മേടിച്ച് പൈസ കളയാണ്. ഒന്നാമത്തെ പ്രസിദ്ധീകരണങ്ങൾക്കെല്ലാം ഭയങ്കരമായ വിലയാണ്. അപ്പൊ ആ ഒരു ലാഭം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ പുസ്തകം വാങ്ങാൻ പറഞ്ഞത്. അപ്പൊ 5ൽ പഠിക്കുന്ന കുട്ടിക്ക് അത് 6 വേണം, 6ലുള്ള 7 വേണം. അത് 12 ക്ലാസ് വരെ അത് ഉപയോഗിക്കാൻ റെന്നാൻമാത്തിന്റെ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ഗ്രാമർ പുസ്തകമാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് കൂടുതൽ അധികം ഗ്രാമർ ഉള്ളവർക്ക് അറിയാം. റെന്നാൻമാത്തിന്റെ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും പൂർണ്ണമായ ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് റെക്കമെൻഡ് ചെയ്തത്. ഞാൻ ഇംഗ്ലീഷ് ഏറെ കാലം ഗ്രാമർ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. ആ ഒരു രീതിയിലാണ് ഞാനത് സെലക്ട് ചെയ്തത്. അതനുസരിച്ച് ഇവിടെ വിതരണം ചെയ്തത്. അപ്പൊ ആ പുസ്തകം ഈ കൊല്ലവും കുട്ടികൾ കൊണ്ടുവരേണ്ടതാണ്. അടുത്ത കൊല്ലം ഒക്കെ അതാത് ക്ലാസ്സുകളിൽ കൊണ്ടുവരണം. ഈ 7ാം ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സന്ധ്യ, ഇവിടെ 10ലൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന മിസ്സാണ് സന്ധ്യ എന്നാണ് മിസ്. ആ മിസ് ആ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഗ്രാമർ തുടങ്ങിയിട്ട് 2-3 ആഴ്ചയായി, 3-4 ആഴ്ചയോളം എന്നാണ് മിസ് പറഞ്ഞത്. അന്ന് മുതൽ ഈ 2 കുട്ടികൾ പുസ്തകം കൊണ്ടുവരുന്നില്ല. ഈ പുസ്തകം കൊണ്ടുവരാതിരുന്നാലും കുഴപ്പമില്ല. മാത്സ് ഒക്കെ ആണെങ്കിൽ അടുത്ത ആളെ നോക്കിയാണെങ്കിലും എഴുതാം. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഈ 3 പുസ്തകങ്ങളും ഭാഷാ വിഷയങ്ങളായതുകൊണ്ട് അതാത് കുട്ടികളുടെ പുസ്തകം വേണമെന്ന് നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാമറൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിലെ ചില ഭാഗങ്ങൾ അവിടെ തന്നെ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ റിപ്പോർട്ട് സ്പീച്ച് ആണെങ്കിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് സെന്റൻസ് എഴുതിയിട്ട് ബാക്കി ഭാഗം ഡാഷ് ഇട്ടിരിക്കും. അപ്പൊ അത് ടീച്ചർ പറഞ്ഞ് അവരെ കൂടി ചെയ്യിക്കുമ്പോൾ കുട്ടി എഴുതണമെങ്കിൽ കുട്ടിയുടെ കയ്യിലെ പുസ്തകം വേണം. അപ്പൊ ഇങ്ങനെ അത്യാവശ്യമായൊരു പുസ്തകമായി ഇവരോട് സ്ഥിരമായി ടീച്ചർ പറയും കൊണ്ടുവരാൻ. ഇവർ കൊണ്ടുവരുമില്ല, ക്ലാസ്സിൽ എഴുന്നേറ്റിട്ട് നിർത്തുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറെ ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് ലീവാവസ്ഥയോട് ഈ കാര്യം പറഞ്ഞു. പക്ഷെ ഈ തിരക്കിനിടയ്ക്ക് മിസ് അത് അന്വേഷിക്കാമെന്ന് പറഞ്ഞല്ലാതെ മറന്നുപോയി. ഞാൻ മിനിയാന്ന് ബൈ ചാൻസിൽ ഞാൻ ഈ വരാന്തയുടെ പാസ് ചെയ്ത് ഇതിന്റെ എവിടെയാണ് ക്ലാസ് 4ാം നിലയുടെ ഈ ക്ലാസ്സിന്റെ എതിരെ പാസ് ചെയ്തപ്പോ ഈ മിസ് എന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സാർ ഇതിൽ നിൽക്കുന്ന 2 ആശാന്മാരൊക്കെ ഉണ്ടല്ലോ,
ഇവര് 3 ആഴ്ചയായി പുസ്തകം കൊണ്ടുവരുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കേണ്ട പുസ്തകമാണ്, ഇവരെ കൊണ്ടുവരുന്നില്ല. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോ ഞാൻ നോക്കിയപ്പോ പിള്ളേരെ നോക്കി കഴിഞ്ഞപ്പോ 2 പേരിൽ ഒരാളെ എനിക്ക് നന്നായിട്ട് അറിയാം, മറ്റേ ആളെ കുറിച്ച് എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. കാരണം ഇവിടെ 1700 പിള്ളേർ പഠിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഞാൻ പേഴ്സണലായി അറിയൊന്നുമില്ല. ഞാൻ 10ാം ക്ലാസ്സിലും 11ലും 12ലും മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, മാത്സ് പഠിപ്പിക്കുന്നു. മറ്റു ക്ലാസ്സിലെ 4 കുഴപ്പന്മാരെയാണ് എനിക്കറിയാം. ഏത് ക്ലാസ്സിലെയാണെങ്കിലും വലിയ പുസ്തകങ്ങളെ എല്ലാം എനിക്കറിയാം. മറ്റുള്ള കുട്ടികളെ എനിക്ക് അത്ര പരിചയവുമില്ല, എല്ലാവരെയും ഒന്നും. കാരണം ഇത്രയും കുട്ടികളിലേക്ക് ഓർത്തിരിക്കാൻ തന്നെ അത്രയൊക്കെ സാധിക്കില്ലല്ലോ. അപ്പൊ ഏതായാലും അതിൽ ഒരുത്തിനെ എനിക്കറിയാം എന്നുള്ള വേറൊന്നും കൊണ്ടല്ല, അവന്റെ അമ്മയെ ഞാൻ പഠിപ്പിച്ചതാണ്. 5ാം ക്ലാസ് തൊട്ട് അവന്റെ അമ്മയെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചതാണ്. മാത്രവുമല്ല അത് ഡിഗ്രി വരെ ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചതാണ്. എനിക്ക് മുമ്പ് ബ്രൈറ്റ് എന്ന പേരിൽ പാലക്കുളയായിരുന്നു. ഞാൻ 84 തൊട്ട് 21ാം വയസ്സിൽ ചോക്കെടുത്തതാണ്. അന്ന് തൊട്ട് പാലക്കുളയിൽ നടത്തി വന്ന് തുടർന്നാണ് സ്കൂളിട്ട് വന്നത്. അതിനുശേഷം 2004 മാത്രമാണ് സ്കൂളിട്ട് വന്നത്. അതുവരെ ഞാൻ പാലക്കുളയിൽ അധ്യാപകൻ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ വന്നുകൊണ്ട് ഈ ഒത്തിരി പേര് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർ തന്നെ എന്റെ സ്റ്റുഡൻസ് ഒത്തിരി ഉണ്ട്. ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നവർ, അപ്പൊ എന്റെ പഴയ വിദ്യാർത്ഥികൾ ഒത്തിരി പേരുണ്ട്. അവരുടെ മക്കളെ ഞാൻ പഠിപ്പിച്ചു. എനിക്കൊരു ഭാഗ്യം പോലും കിട്ടിയിട്ടുണ്ട്. ഒരു തലമുറയിൽ ഒരു വീട്ടിലെ 3 പേരെ, അപ്പനെ, അതിന്റെ മകനെ, അതിന്റെ മകളെയും പഠിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു തലമുറയിലെ 3 പേരെ എന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനെ പ്ലസ് പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും ഞാൻ പഠിപ്പിച്ചു. അതിന്റെ മകനെയും പഠിപ്പിച്ചു. അതിന്റെ മകളെ ഇപ്പൊ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പോ അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തുവാണ് അതിന്റെ പോകുന്നില്ല. അപ്പൊ ഈ 2 പേരിൽ ഒരാളെ അറിയാവുന്ന, മറ്റൊരു 2 പേരെ ഇനിയിപ്പോ 7 പിള്ളേരല്ലോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞാടി ഇവിടത്തങ്ങ് ഇരുത്തിക്ക് മതിയായിരുന്നു. അപ്പൊ എന്റെ ഒരു വടിയൊന്നും ഉണ്ട്, എനിക്ക് തന്നെ ഉണ്ടാകുന്ന കരുതി ഞാനൊരു കാര്യം, നിങ്ങൾ താഴെ ചെന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ ചെന്ന് ഫോൺ വിളിക്കുക. സാധാരണ വിടാറുള്ള പിള്ളേരെ കൊണ്ട് വിളിപ്പിക്കാറുണ്ട്. നിങ്ങളുടെ പേരൻസിനോട് വരാൻ പറ. ഞാൻ താഴേട്ട് വിട്ടിട്ട് ഞാൻ അവിടെ ലിഫ്റ്റിന്റെ പണി നടക്കുന്നിടത്തേക്ക് പോയി. അവിടെ എന്തോ ഡൗട്ട് ചോദിച്ചു. അപ്പൊ ഭാര്യമാരോട് അതിന് മറുപടി പറയാനായിട്ട്, ഒന്നാമത്തെ കാര്യം ഭാര്യമാരെ ഹിന്ദി പറയുന്നതുകൊണ്ട് എല്ലാവർക്കും ഹിന്ദി അത്രയും അങ്ങോട്ട് പിടിക്കില്ല. എനിക്ക് പിന്നെ എന്റെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആയിരുന്നുകൊണ്ട് കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ തട്ടിമുട്ടി പറയാൻ അറിയാം. അപ്പൊ ഞാൻ അവരോട് അത് സംസാരിക്കാനായിട്ട് അങ്ങോട്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞ് വന്ന് വീണ്ടും ഓഫീസിൽ വന്നപ്പോൾ ഇവർ 2 പേരും അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ മക്കളെ നിങ്ങൾ വിളിച്ചിട്ട് ഇതുവരെയായിരിക്കും? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ വിളിച്ചു, പപ്പയും മമ്മിയും വരൂല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇരിക്കല്ലേ, പിന്നീട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നിങ്ങൾ ഒന്നിട്ട് വിളിക്കും. അവര് ഡയറി ചെയ്തു. ഞാൻ റിസീവർ എടുത്തു. ഞാൻ വിളിച്ചു. ഡോളിക്കാണ് ആരെയും വിളിച്ച്, കുട്ടി അമ്മയാണ് വിളിച്ച്. ഡോളിയാണ് എടുത്ത്. ഞാൻ ഡോളിയിൽ പറഞ്ഞു സ്കൂളിൽ വരെയൊന്നും, ഡോളി എന്റെ സ്റ്റുഡന്റ്, സ്കൂളിൽ വരെയൊന്നും വന്നില്ല, അത്യാവശ്യം വരാമെന്ന് പറഞ്ഞു. അടുത്ത ആള് വിളിച്ചു. അപ്പൊ ആള് പറഞ്ഞു, ഞാൻ കുറെ തിരക്കിലാണ്, എനിക്കിപ്പോ വരാൻ അസൗകര്യം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അത് അത്യാവശ്യ കാര്യമാണ്, സ്കൂളിൽ വന്നെ, ഞാൻ പ്രിൻസിപ്പലാണ് വിളിക്കുന്നത്. അപ്പൊ പുള്ളിയും വലിയ താമസം കൂടാതെ സ്കൂളിലെത്തി. അപ്പൊ ഈ 2 പേരൻസും ഈ കുട്ടികളും എന്റെ മുന്നിട്ട് വന്നു. ഇവര് വന്നു കഴിഞ്ഞപ്പോ ഈ വന്നവര് കുട്ടികളോട് എന്താണ് നിങ്ങൾ പുസ്തകം കൊണ്ടുവരാത്തത്, എന്താണ് ഇതിന് കാരണമെന്നൊന്നും അല്ല അവര് ചോദിക്കണം. അവര് വന്ന വഴി എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരംഭിച്ചു. എന്റെ സ്റ്റുഡന്റ് ഫോർമർ സ്റ്റുഡന്റായ മുൻ അധ്യാപികയുമായ ഡോളി എന്നോട് പറഞ്ഞു, സാറേ ഇത് കഴിഞ്ഞ അടുത്ത പുസ്തകം കൊണ്ടുവന്ന് ഞങ്ങൾ അറിയണേ എങ്ങനെയാ, കഴിഞ്ഞ അടുത്ത പുസ്തകം എപ്പോഴൊക്കെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ അടുത്ത പുസ്തകത്തിന്റെ ആവശ്യമാണ്. അപ്പൊ എനിക്കും കൺഫ്യൂഷനായി. അതാണ് ഡോളി ഒരു ചാനലിന്റെ ഏതാണ്ടൊക്കെ പറയുന്നത്. കഴിഞ്ഞ അടുത്ത പുസ്തകം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. ഇപ്പൊ കഴിഞ്ഞ അടുത്ത പുസ്തകമാണോ? അപ്പൊ ഞാൻ വേറെ തന്നെ സന്ധ്യ എന്ന ടീച്ചറോട് വരാൻ പറഞ്ഞു. ടീച്ചറെ വിളിപ്പിച്ചു. ഇവര് കഴിഞ്ഞ കാലത്തെ പുസ്തകം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തെ പുസ്തകം എന്തിനാ? അപ്പോഴാണ് മിസ് പറഞ്ഞത്, സാറേ അത് റെന്നാൻ മാർട്ടിന്റെ ഗ്രാമർ പുസ്തകം. അപ്പോഴാണ് എനിക്ക് ഓ അതാണോ, ഞാനും ധരിച്ച് റീഡർ ആയിരിക്കുന്നതാണ്. അപ്പൊ പറഞ്ഞു. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഇപ്പൊ എനിക്ക് തിരിഞ്ഞു, ടീച്ചർ പോകും, ഇനി ടീച്ചർ കൂടെ നിൽക്കേണ്ട കാര്യമില്ല. ടീച്ചർ ഡൗട്ട് ക്ലിയർ ചെയ്താൽ ടീച്ചറിനെ കൊണ്ടാണ്. എത്ര നാളായി, 3-4 ആഴ്ചയായിരുന്നു. അങ്ങനെയൊന്നും ടീച്ചർ പറഞ്ഞു, അങ്ങനത്തെ ഓർക്കുന്നില്ല. അപ്പൊ അത് പറഞ്ഞു. ടീച്ചർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു, ടീച്ചർ പോകുമ്പോൾ ഞാൻ സംസാരിച്ചോളാം. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ഇവര് പറയുന്നത് ഈ പുസ്തകത്തിന്റെ കാര്യം, അതിനെ സംബന്ധിച്ച കാര്യമല്ല ഇവര് പറയണേ. നിങ്ങൾ ഞങ്ങളിങ്ങനെ വിളിപ്പിച്ച് ഈ ആദ്യം ലേഡിയാണ് പറയുന്നത്. പുള്ളിക്ക് വന്നപ്പോ തൊട്ട് എന്നോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കലാണ്, അത് എക്സസൈസ് ചെയ്യാനാണ് പുള്ളിക്കാരെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പുള്ളി ഞാനിങ്ങനെ സമാധാനമായി മറുപടി കഴിയുന്നത് കണ്ടപ്പോൾ അതിൽ ആവേശം കൊണ്ടുകൊണ്ടാണോ. 2ാമത് വലിയ കുഴപ്പമില്ലാണ്ടിരുന്ന പേരന്റ്, പുതിയ പേരന്റും എന്നോട് പറഞ്ഞു, സാറേ എന്തൊക്കെയാണെങ്കിലും സാറേ ചെയ്തത് ശരിയായില്ല.
ഞാൻ പറഞ്ഞു അതെല്ലാം സഹോദരൻ ഞാൻ ചെയ്ത് തെറ്റെന്നാ പറ്റി. എന്നെ ഇത്ര രാവിലെ വിളിച്ചു വരുത്തിയ സാറിനെ പണി ചെയ്ത് എനിക്കെന്താ തിരക്കില്ലയാണ്. ഞാൻ ആരാന്ന് സാറിന് അറിയാമോ? ഞാനൊരു ബാങ്കിന്റെ പ്രവർത്തിക്കുന്നയാളാണ്. എൻ്റെ കയ്യിൽ ആയിരങ്ങൾ പ്രവർത്തിക്കുന്ന, എനിക്കതൊരു രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, ഒത്തിരി അഡ്വക്കേറ്റുമാരുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു സുഹൃത്തെ, ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ഇവിടുത്തെ ഒരു കുട്ടിയുടെ പേരന്റായിട്ടാണ്. നിങ്ങൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഈ സ്കൂളിലെ ഒരു കുട്ടിയുടെ പേരന്റായിട്ടാണ്. ആ രീതിയിലാണ് നിങ്ങളെ ഞാൻ കാണുള്ളൂ. നിങ്ങൾ ആരായാലും, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയാലും എനിക്ക് ബാധകമല്ല. എന്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പേരന്റെ നിലയിൽ നിങ്ങളെ വിളിപ്പിക്കുന്നു. അതേ ബഹുമാനത്തോടെ നിങ്ങൾ ഒരു പേരന്റെ നിലയിൽ ഞാൻ കണ്ടുകൊണ്ട് അതേ ബഹുമാനത്തോടെ ഞാനും സംസാരിക്കുന്നു. അതാണ് ഇവിടെ വേണ്ടതല്ല. നിങ്ങൾ ആരെന്നറിയാനല്ല. ഞാൻ പറഞ്ഞു ഇത് പറയുകയും ചെയ്ത ഇവിടെ മോട്ടിവേറ്റ് എൻകേജ് എടുത്ത ജോൺ കുര്യാക്കോസ് സാറിന്റെ കുട്ടി പഠിക്കുന്നുണ്ട്. ജോൺ കുര്യാക്കോസ് സാറിന്റെ ലോകം ഒരുപാട് അറിയുന്ന ആളാണ് എന്ന് കരുതി എന്റെ സ്കൂളിൽ വന്നാൽ ജോൺ കുര്യാക്കോസ് ഒരു പേരന്റ് മാത്രമായിരിക്കും. ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ഒരു കുട്ടിയുടെ പേരന്റ് വന്നാലും ജോൺ കുര്യാക്കോസിനെയും ആ പേരന്റിനും തുല്യസ്ഥാനം എന്റെ മുന്നിലുള്ളൂ. രണ്ടാമത് ഒരു വലിപ്പം അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ഒരാളല്ല ഞാൻ. എല്ലാവരെയും ഒരു പേരന്റ് തന്നെ ആ ബഹുമാനം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ എന്നെ പഠിപ്പിക്കണ്ട. അതുകൊണ്ട് താൻ ആരായിരുന്നുള്ളത് എനിക്കറിയണ്ട. തന്നെ വലിപ്പം കാണാനല്ല ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചു വരുത്തിയത് താങ്കളുടെ കുട്ടികളുടെ പ്രശ്നം പറയാനാണ്. അതിന്റെ കാര്യമാണ് പറഞ്ഞിട്ടും ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി പിന്നെയും ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ പോവുക. കാരണം അവിടെ ഇരുന്നാൽ ശരിയാവില്ലെന്ന് എഴുതി ഞാൻ എന്റെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വാതിലും അടച്ചു, വാതിലും അടച്ച് ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ ഇറങ്ങിയ നേരം ഇവിടെ നടന്ന് ചെരുപ്പ് പുറത്തായതുകൊണ്ട് ചെരുപ്പില്ലാതെ നടന്നു വന്ന് ഇവിടെ ക്യാമറയിൽ കണ്ടതല്ല. ഇവിടുത്തെ ക്യാമറയിൽ റീപ്ലൈ കിട്ടുന്നതല്ല. ക്യാമറ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്, എല്ലാം റീപ്ലൈ കിട്ടും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്യാമറയിലുണ്ട്, സൗണ്ടിലെത്തുന്നു. അത് കഴിഞ്ഞ് ഞാൻ നടന്ന് ചെരുപ്പില്ലാതെ നടന്ന് ചുറ്റി വന്ന മിസ്റ്ററിന്റെ മുറിയിലിരുന്നു. അപ്പൊ ഈ പുള്ളി ഞങ്ങൾക്ക് ക്യാമറ കാണാൻ പുള്ളി ആരൊക്കെ ചെയ്യണമെന്ന് പുള്ളി പറഞ്ഞ് ഈ ഡോളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഇവരാരൊക്കെ ഫോൺ ചെയ്യുന്നു. ഇവരൊക്കെ തന്നെ ഒരാളുമായി സംസാരിക്കുന്നു. ഞാൻ അത്ര കൂടുതലൊക്കെ പറയുന്നില്ല, അത്രയൊക്കെ വന്ന് എനിക്ക് അതൊക്കെ മനസ്സിലായിട്ട് കാണും. തുടർന്ന് അവർക്ക് കിട്ടിയ അഡ്വൈസ് ആയിരിക്കാം പെട്ടെന്ന് ഞങ്ങളുടെ പുറയിട്ട് വരുന്നു. ഞങ്ങളുടെ പുറയിട്ട് വന്നിട്ട് അങ്ങോട്ട് വിളിച്ചിട്ടില്ല, വരാൻ പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് പോയ ആളാണ്. മുറിയിട്ട് കയറി വന്ന ഡോളി വന്ന വഴി ചോദിച്ചത് നിന്റെ കെട്ടിയവൻ ഇവിടുന്ന് നിന്റെ കെട്ടിയവൻ ഇവിടെ നിന്ന് 1,20,00,000 കട്ടുകൊണ്ട് പോയില്ലേ, അതിന്റെ ഭ്രാന്തായിട്ട് നീ കൊണ്ടിപ്പോയി ചികിത്സിക്ക്, മരുന്ന് കൊടുക്ക്, ഒടിവ് കൂറിൽ കൊടുക്ക്, ഇങ്ങനെയാണ് അന്ന് സംസാരിക്കാൻ തുടങ്ങി. അത്രയും പറഞ്ഞപ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. കാരണം ഏതൊരു മനുഷ്യനും ഒരു ക്ഷമിക്കാവുന്നതിന് സഹിക്കാവുന്നതിന് പരിധിയുണ്ട്. ഇപ്പൊ നമ്മുടെ മരിച്ചുപോയ അപ്പനെ കുറിച്ച് നിങ്ങളെ ആരെങ്കിലും അപ്പനെ വിളിച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം കയറും. മരിച്ചുപോയ അപ്പനാണ്, ഇരിക്കുന്ന അപ്പനെ പൊട്ടം കഴിക്കാം. അതുപോലെ എന്റെ ഫാദർ മരിച്ചുപോയതാണ്, അതെന്തോ ആകട്ടെ, എന്റെ ഫാദർ ഒരു മാനസിക രോഗിയാണെന്നുള്ളത് സത്യമാണ്. എന്റെ 5 വയസ്സിൽ എന്റെ അമ്മ മരിച്ചതാണ്. അപ്പോഴും എന്റെ ഫാദർ മാനസിക രോഗിയാണ്. ഇതൊരു നഗ്നമായ സത്യമാണ്. അപ്പൊ ആ കാര്യം എന്നെ കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ഡോളിയാണ് ഇത് പറഞ്ഞത്. മറ്റേ തരത്തിൽ അറിയാൻ ക്ഷമിച്ചേനെ. എന്നെ കുറിച്ച് ഞാൻ ആരെന്നും എന്റെ കുടുംബ ബന്ധവും എന്റെ പശ്ചാത്തല ബന്ധവും വ്യക്തമായി ഒരു 30 വർഷത്തോളം എന്നെ അറിയാവുന്ന എന്റെ സ്റ്റുഡന്റും ഇവിടുത്തെ അധ്യാപികയുമായ ഡോളി അത് പറഞ്ഞപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അല്പം എന്റെ എല്ലാ നിയന്ത്രണങ്ങളെ പറ്റി ഞാൻ സംസാരിച്ചു, അതോടൊപ്പം ബിസിനസ് സംസാരിച്ചു. അത് അപ്പോൾ ആ പേരന്റ് വീഡിയോയിൽ പകർത്തി. ഇയാളുടെ വീഡിയോ പിടിക്കണമെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അധ്യക്ഷത്തിന് വർത്തമാനം ഇരുന്നുകൊണ്ട് വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല. അയാളെ പിടിക്കണമെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ അതൊന്നുമല്ല നോക്കി. കാരണം എന്റെ ആ നേരത്തെ ദേഷ്യം പറയുകയാണ് ഞാൻ ചെയ്തത്. അത് പിന്നെ ഉടൻ തന്നെ അവര് അടുത്ത പരിപാടി ചെയ്തു. അത് കഴിഞ്ഞ് ബെന്നി ഈ ഡോളിയുടെ ഹസ്ബൻഡ് വന്നു. ഞാൻ ആ പുള്ളിയായിട്ട് വളരെ അടുപ്പമുള്ളയാളാണ്. പുള്ളി തൃപ്പൂണിത്തുറക്കാരനാണ്. അങ്ങനെ ഫാദർ മരിച്ചപ്പോൾ ഞാൻ തൃപ്പൂണിത്തുറ പോയിട്ടുള്ള ആളാണ്. പുള്ളി വിദേശത്തായിരുന്നു. ബെന്നി വന്നു. ബെന്നിയായിട്ട് എനിക്ക് വളരെ അടുപ്പമുണ്ട്. ബെന്നി വന്ന ഇവിടെ ക്യാമറയുണ്ട്, എനിക്ക് ദീപാനസിനെ ക്ഷയിക്കാണ്ട് വരുന്നു. ക്യാമറയുണ്ട്, നമുക്ക് വേണമെങ്കിൽ കാണാം. എന്നിട്ട് പറഞ്ഞു സാറേ ബെന്നി ഒരുപാട് വിളിച്ചെങ്കിൽ പോരായിരുന്നു, എന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ ബെന്നി നിന്റെ മോനെ വിളിച്ചത്, ആരെ വിളിച്ചതെന്ന് ഞാൻ നോക്കിയില്ല, ഞാൻ അവരോട് വിളിക്കാനാ പറഞ്ഞു. അതനുസരിച്ച് വന്നയാളോടെ എന്റെ വൈഫ് വന്ന് ഞാൻ സംസാരിച്ചു. ഏതായാലും പോരായ്മ ഒന്നും പോട്ടെ സാറേ, നമുക്കൊരു വിഷയമില്ല, അത് തീരട്ടെ. അതിനെന്താ ബെന്നി തീർന്നോട്ടെ, നമുക്കെന്നെ വിഷയം, എനിക്കൊരു വിഷയമില്ല, തീർന്നോട്ടെ. എനിക്കതിന് ആരോടെ ഒരു വൈരാഗ്യമുള്ള ആളല്ല. മാത്രമല്ല നിന്റെ മോനെ കുറിച്ച് എനിക്ക്
കാര്യം അവൻ 1-2 വാണിങ്ങൾക്ക് ഇവിടെ പുറത്തുണ്ട്, ഇച്ചിരി കുസൃതി ആണെങ്കിൽ പോലും നന്നായി ഫുട്ബോൾ കളിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഞാൻ അടുത്ത കൊല്ലത്തേക്ക് ഫുട്ബോൾ ടീമിലേക്ക് സെലക്ട് ചെയ്യുന്ന ഒരാളായി കണ്ടുവച്ചിരിക്കുന്ന കുട്ടിയാണ്. ജൂനിയർ ഫുട്ബോളില് നന്നായിട്ട് കളിക്കും. അപ്പൊ ഓരോ കുട്ടിക്കും ഓരോ രീതിയിലാണ് മികവുള്ളത്. അപ്പൊ അങ്ങനെ ഒരു നല്ല കുട്ടിയായി കാണുന്ന കുട്ടി തന്നെയാണ് ഞാൻ. ഉച്ചവരുമ്പോൾ പിള്ളേരായിട്ട് കുസൃതിയൊക്കെ കാണാം. ചെറുപ്പത്തിന്റെ ഒരു വിലയിൽ ഞാൻ ചെറുപ്പത്തിലല്ല കുസൃതിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവനെ കുസൃതി എന്നത് എന്നെ സംബന്ധിച്ച ഒരു കുട്ടിയുടെ പോരായ്മയെ കാണുന്ന ആളല്ല ഞാൻ കുസൃതി കളിച്ചതിന് ഇപ്പൻ സാറിന് ഇഷ്ടം പോലെ അടിമേടിച്ചെങ്ങനെയാണ്. പഠിക്കാത്തതല്ല, കുസൃതിയാണ്. സ്കൂളിന്റെ മുകളിലൊക്കെ കയറി ഇരുന്ന് അടിമേടിച്ചെങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് കുസൃതി എന്ന് ഞാനത് വലിയ പോരായ്മയെ കാണുന്നയാളല്ല. പക്ഷെ കുസൃതിക്ക് ശിക്ഷ കൊടുക്കണം. ഞാനും കൊണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. അതുകൊണ്ട് കുസൃതി കാണിക്കുന്ന ഒരു കുട്ടി മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ആ കുട്ടികൾ നല്ല കുട്ടികളായിരിക്കും. അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കൈകാര്യം ചെയ്താൽ മതി എന്ന് മാത്രം. ഏതായാലും ഞാൻ ഈ കാര്യം മനസ്സിലാക്കി. അപ്പൊ അത് കഴിഞ്ഞ ഞാൻ പറഞ്ഞു പറഞ്ഞു കുസൃതിയിലായിരുന്നു. അഭിനയോട് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു പരാതിയുമില്ല. അപ്പൊ ഈ കാര്യം പറഞ്ഞു തന്നെയാണ്, ഇങ്ങനെ പരാതിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു അവന്റെ നാളെ ഇന്നൊരു ദിവസം എടുത്ത് 4th ക്ലാസ്സിൽ എത്തിയായിരുന്നു. ഇപ്പൊ എനിക്ക് വരാതെ തന്നെ സാറേ ഇന്നൊരു ദിവസം എടുക്കാണ്ടിരിക്കുകയാണ്. അത് കൊച്ചിനെ ഫീൽ ചെയ്യും. എന്നാൽ പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് അതും വേണ്ട,